മണലൂർ UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് കോൺഗ്രസ് പ്രവർത്തകരെ ക്ഷണിക്കുന്നത് കുട നൽകാമെന്ന പേരിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് കുട നൽകാമെന്ന വാഗ്ദാനം കുടുംബശ്രീയിൽ നിന്ന് കോൺഗ്രസ് അനുഭാവികളെ മൊബൈൽ ഫോണിൽ പരിപാടിക്ക് ക്ഷണിക്കുന്നതിന്റെ ഓഡിയോ സന്ദേശം പുറത്ത്. ഈ പരിപാടിയിലെ നമ്മുടെ കുടുംബശ്രീയിലത്തെ എല്ലാവരെയും പങ്കെടുപ്പിക്കണം. അപ്പോൾ അവര് നമ്മുടെ ഗ്രൂപ്പിലേക്കൊന്ന് ഇത് ഫോർവേഡ് ചെയ്യോ. അപ്പൊ എല്ലാവരോടും പങ്കെടുക്കാന്ന് പറയണം. നമ്മുടെ കുടുംബശ്രീയിലത്തെ എല്ലാവരും വരണം. പിന്നെ കൊടയാണ് കൊടുക്കണത് വരുന്ന എല്ലാ വനിതകൾക്കും. ആ കറക്റ്റ് എണ്ണം കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ അതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്പർ കൊടുക്കണം. അപ്പൊ അതിനനുസരിച്ച് വേണ്ടേ ഇങ്ങനെ കൊടകളൊക്കെ എടുക്കണ്ടേ. ഇപ്പോൾ വിവരങ്ങളുമായി സാരംഗ് കൂടി ചേരുന്നുണ്ട്. സാരംഗ്, ഓഡിയോ സന്ദേശത്തിൽ തന്നെ കോൺഗ്രസിന്റെ അജണ്ട വ്യക്തമാകുന്നു. മാത്രമല്ല, ഇത് ആദ്യത്തെ കാഴ്ചയിൽ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതൊരു സ്ഥിരമുള്ള കാഴ്ചയാണ്. ഇപ്പോൾ ആദ്യം തന്നെ ഇപ്പൊ സാരി വാഗ്ദാനം നൽകുന്നു. മാത്രമല്ല, കുപ്പിവെള്ളത്തിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രം ഒട്ടിച്ച ആളുകൾക്ക് വിതരണം ചെയ്യുന്നു. ഇതൊരു സ്ഥിരമായ കാഴ്ചയാണ്. ഇപ്പോൾ ഇതാ കുട നൽകാമെന്ന പേരിൽ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉമ, നാളെ നടക്കാനിരിക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുള്ളത്. മണലൂർ UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ ഒരു പ്രചരണ പരിപാടി നാളെ നടക്കുന്നുണ്ട്. അതിൽ അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്രം ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടിക്ക് ആളെ തികയാഞ്ഞിട്ടായിരിക്കണം ഇത്തരത്തിൽ കോൺഗ്രസിന്റെ അനുഭാവികളായിട്ടുള്ള കുടുംബശ്രീയിൽ നിന്നുള്ള ചേച്ചിമാരെ കുട നൽകാമെന്ന പേരിൽ ക്ഷണിച്ച് ഈ പരിപാടിക്ക് വരുത്തുന്നതിന്റെ ഓഡിയോ ദൃശ്യങ്ങളാണ് നമ്മൾ കേട്ടത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ ആളില്ല എന്നുള്ളൊരു വസ്തുതയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അത് കുട തുടങ്ങി മറ്റ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നൽകാമെന്ന വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളും നടക്കുന്നത് എന്നുള്ളത് കൂടി സൂചന നൽകുന്നുണ്ട്. എന്തായാലും വളരെ രസകരമായിട്ടുള്ള സംഭവമാണ്. കാരണം കോൺഗ്രസിന്റെ ഇത്ര ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആളെ കിട്ടുന്നില്ല എന്നുള്ളത് വളരെ കൗതുകം നിറഞ്ഞ ഒരു കാഴ്ചയാണ്. അതായത് അത്രമാത്രം ഗതികേടിലേക്ക് കോൺഗ്രസ് നീങ്ങി എന്നുള്ളതാണ്. കുട നൽകാമെന്ന് പറഞ്ഞിട്ടാണ് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീയിലെ ചേച്ചിമാരെ, അത് കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള ചേച്ചിമാരെയാണ് കൂടുതലായിട്ടും ഇത്തരത്തിൽ ഈ പരിപാടിയിലേക്ക് വിളിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ തന്നെ അനുഭാവിയായിട്ടുള്ള ഒരു വനിതയാണ് ഇത്തരത്തിൽ ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. നാളെ പരിപാടിയാണ്. നാളെ നമ്മുടെ ആളുകളൊക്കെ തന്നെയും ഈ മണ്ഡലത്തിൽ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നുകൂടിയാണ് ആ സന്ദേശത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ കുടയാണ് നൽകുന്നതും. അത് വരുന്നവരുടെ എണ്ണം കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ ആ കൃത്യമായിട്ടുള്ള പങ്കെടുക്കുന്ന ആളുകൾക്ക് കുട നൽകാമെന്നുള്ള ഒരു വാഗ്ദാനം കൂടിയാണ്. എന്തായാലും വളരെ തരം താഴ്ന്ന നിലയിലാണ് കോൺഗ്രസിന്റെ പ്രചരണ പരിപാടികൾ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കുടയൊക്കെ നൽകാമെന്ന് പറഞ്ഞാണ് ഈ പരിപാടിക്ക് കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകരെ വിളിച്ചു വരുത്തുന്നത് എന്നുകൂടിയുള്ള സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഉമ, ശരിയാണ്. സാരംഗ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ ഗതികേടാണ് വെളിവാകുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് കുട നൽകാമെന്ന് പറഞ്ഞ് ആളെ കൂട്ടുന്ന ഒരു ചിത്രമാണ് ഇവിടെ പുറത്തു വരുന്നത്. സാരംഗാണ് വിവരങ്ങളുമായി ചേർന്നത്.